കൂടുതൽ സമഗ്രമായ ഒരു വിശകലനം നമുക്ക് ഈ ഘട്ടത്തിൽ ആവശ്യമാണ്. ഡോക്ടർ താജ് ആലുവയും കൂടെ ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുകയാണ്. ഡോക്ടർ താജ് ആലുവ, വൈറ്റ് ഹൗസിൽ 29-ന് ചേരുന്ന ഈ ഒരു കൂടിക്കാഴ്ച അല്ലെങ്കിൽ ഈ ഒരു ചർച്ചയെ നമുക്ക് എങ്ങനെയാണ് ഒന്ന് നോക്കിക്കാണാൻ കഴിയുക? അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ രണ്ടാം ഘട്ട വെടിനിർത്തലിനെ കുറിച്ച് പറഞ്ഞത്, ഞങ്ങൾ അതിന് തയ്യാറാണ്, പക്ഷേ ഒരു കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ല. അതായത് ഗസയുടെ പരിപൂർണമായിട്ടുള്ള സുരക്ഷാ നിയന്ത്രണം അത് ഞങ്ങളുടെ കയ്യിലായിരിക്കും എന്നതാണ് നെതന്യാഹുവിന്റെ ഒരു പ്രസ്താവന. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ അത് തന്നെയാണ്. അതായത് ഒരു ട്രംപ് മുന്നോട്ട് വെച്ച 20-ദിന പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ഒരു ഇന്റർനാഷണൽ സ്റ്റെബിലിറ്റി ഫോഴ്സിന് ഈ ഗസയുടെ ചുമതല കൈമാറണം എന്നതും, അതുപോലെ തന്നെ ഗസയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ, അതിന്റെ ഭരണം കൈയാളാൻ ഒരു ടെക്നോക്രാറ്റുകൾ അടങ്ങിയ അന്താരാഷ്ട്ര വിദഗ്ധരടങ്ങിയ ഒരു സംഘം ഉണ്ടാവുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത്തരമൊരു സമിതിയുടെയും അതുപോലെ തന്നെ ഒരു സുരക്ഷാ ഫോഴ്സിന്റെയും മേൽനോട്ടത്തിൽ മാത്രമാണ് ഹമാസ് നിരായുധീകരിക്കപ്പെടാൻ സമ്മതിക്കുകയുള്ളൂ എന്ന് ഹമാസും വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ രണ്ടാം ഘട്ടത്തിൽ നെതന്യാഹു ഇങ്ങനെ പിടിക്കുന്നത്, ഈ പിടിവാശി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് ട്രംപുമായിട്ടുള്ള 29-ാം തീയതിയിലെ ചർച്ചയിൽ വലിയൊരു പ്രശ്നമാകും എന്ന് തന്നെയാണ് കരുതേണ്ടത്. അമേരിക്കൻ പ്രസിഡന്റ് തന്നെ മുന്നോട്ട് വെച്ച എല്ലാ അറബ് രാജ്യങ്ങളും ഒക്കെ സമ്മതിച്ച ഒരു പദ്ധതിയിൽ നിന്ന് അതിനെ ഏതെങ്കിലും അർത്ഥത്തിൽ മറികടക്കാനും അതിനെ ബൈപ്പാസ് ചെയ്യാനുമാണ് ഇപ്പോ നെതന്യാഹു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്കറിയാം, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് പുതുമയുള്ള സംഗതിയല്ല. അപ്പൊ ഒന്നാം ഘട്ടത്തിൽ തന്നെ വെടിനിർത്തൽ കരാറിന്റെ പല വ്യവസ്ഥകളും ലംഘിച്ചുകൊണ്ട് ഏതാണ്ട് 329ഓളം ഫലസ്തീനികളെ കൊലപ്പെടുത്തി കഴിഞ്ഞു ഇസ്രായേൽ. ഈ കഴിഞ്ഞ ഒന്നാം ഘട്ടം ആരംഭിച്ചതിന് ശേഷം ഇതുവരെ 329 ഫലസ്തീനികളെ കൊലപ്പെടുത്തി. സ്വാഭാവികമായിട്ട് രണ്ടാം ഘട്ടത്തിലും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഈ വെടിനിർത്തൽ കരാറിന് അനുകൂലമായിട്ടുള്ള യാതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു നടപടിയും ഉണ്ടാവുകയില്ല എന്ന് വ്യക്തമാണ്. മറിച്ച് തങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടപ്പാക്കുക എന്നതാണ് വാസ്തവത്തിൽ നെതന്യാഹു ആഗ്രഹിക്കുന്നത്. പക്ഷേ അത്രത്തോളം ഇത് അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോവുക എന്നത് നമുക്ക് ഉറപ്പിക്കാൻ സാധ്യമല്ല. കാരണം ഇവിടെ നെതന്യാഹുവിനെതിരെ ഒരു ഇന്റർനാഷണൽ ക്രിമിനൽ കോടതിയുടെ ഒരു വാറണ്ട് ഉണ്ട്. ആ വാറണ്ടിനെ സംബന്ധിച്ച് അദ്ദേഹം എത്രത്തോളം ഭയപ്പെടുന്നു എന്ന് തെളിയിക്കുന്ന ഒരു സംഭവം കഴിഞ്ഞ ദിവസം നടന്നു. ജർമ്മൻ ചാൻസലർ ഇസ്രായേലിൽ വന്നപ്പോ ജർമ്മനിയിലേക്ക് ഇദ്ദേഹത്തെ സന്ദർശിക്കാൻ അനുവദിക്കുമോ എന്ന് ചോദിച്ചപ്പോ ആ ജർമ്മൻ ചാൻസലർക്ക് വരെ പറയേണ്ടി വന്നു, അന്താരാഷ്ട്ര വാറണ്ട് ഉള്ളതിനാൽ, അറസ്റ്റ് വാറണ്ട് ഉള്ളതിനാൽ നെതന്യാഹുവിനെ ഞങ്ങളുടെ രാജ്യത്തേക്ക് ക്ഷണിക്കാൻ ഞങ്ങൾ തയ്യാറില്ല എന്ന് പറയേണ്ടി വന്നു. സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ സമ്മർദ്ദം, അതുപോലെ തന്നെ പബ്ലിക് ഒപ്പീനിയൻ. നമ്മൾ ഈ ഒന്നാം ഘട്ട വെടിനിർത്തൽ ആരംഭിക്കുന്നതിന് മുമ്പ് ഏത് രൂപത്തിലായിരുന്നോ പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടായിരുന്നത് അത് അതുപോലെ തന്നെ തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൽ യാതൊരു തരത്തിലുള്ള മാറ്റവും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വല്ലാതെ ഈ പ്രസ്താവനകളിലൂടെ മാത്രം നെതന്യാഹുവിന് മുന്നോട്ട് പോവുക സാധ്യമല്ല. ഇവിടെ നെതന്യാഹു ഭയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് എന്ന് പറയുന്ന ആ അന്താരാഷ്ട്ര സേനയിൽ തുർക്കിയുടെയും ഖത്തറിന്റെയും ആളുകൾ ഉണ്ടാകാൻ പാടില്ല, പട്ടാളക്കാർ ഉണ്ടാകാൻ പാടില്ല എന്ന അർത്ഥത്തിൽ നെതന്യാഹുവിന്റേതായിട്ടുള്ള പ്രസ്താവനകൾ വന്നിട്ടുണ്ട്. കാരണം തുർക്കി അവിടെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇസ്രായേലിന്റെ പല ഇടപെടലുകളെയും ബ്ലോക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഫലസ്തീനികൾക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കാനും ഇസ്രായേൽ ഇതുവരെ ഗസയിൽ പ്രവർത്തിച്ചു പോകുന്ന പലതും അതിന്റെയൊക്കെ സത്യാവസ്ഥ പുറത്തു വരികയും അതുപോലെ തന്നെ ഇസ്രായേലിനെ നേരിട്ട് ഒരു ഏറ്റുമുട്ടലിലേക്ക് നയിക്കുകയും ചെയ്യും. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നെതന്യാഹു വളരെ ഇത്രത്തോളം തന്റെ വലതുപക്ഷ ഭരണ സഖ്യകക്ഷികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പലതും പറയുന്നുണ്ടെങ്കിൽ കൂടി ഇത് ഏറ്റവും വലിയൊരു പ്രധാന പ്രശ്നമായിട്ട് മാറുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ നോക്കൂ, ഹമാസ് മുമ്പില്ലാത്ത വണ്ണം വീണ്ടും ശക്തി ആർജിച്ചു വരികയാണ്. അതായത് ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഹകാരിയായിരുന്ന യാസിർ അബു ഷബാബ് എന്ന് പറയുന്ന ഒരു ചാരപ്രവർത്തകനെ, ഇസ്രായേലിന് വേണ്ടി ചാരപ്പണി ചെയ്തിരുന്ന, അവർക്ക് വേണ്ടി കൊല നടത്തിയിരുന്ന, ഗസയിലേക്ക് ഭക്ഷണം എത്തുമ്പോൾ അതൊക്കെ കൊള്ളയടിച്ചിരുന്ന യാസിർ അബു ഷബാബിനെ ഒരു നിഗൂഢ സാഹചര്യത്തിൽ വധിക്കപ്പെട്ട രൂപത്തിൽ കണ്ടെത്തി. അതിന്റെ പിന്നിൽ ആരാണ് എന്നുള്ളത് ഇപ്പോഴും നിഗൂഢമാണെങ്കിലും നല്ലൊരു വിഭാഗം അതിനെക്കുറിച്ച് പറയുന്നത് അത് ഹമാസിന്റെ തന്നെ ഒരു ഓപ്പറേഷൻ ആയിരുന്നു എന്ന അർത്ഥത്തിലാണ്.
അപ്പോ ഇസ്രായേലിന്റെ ഏറ്റവും സുരക്ഷയുള്ള റഫ പ്രദേശത്ത് വെച്ചാണ് യാസിർ അബു ഷബാബ് കൊല്ലപ്പെടുന്നത്. അത് ഹമാസിനുണ്ടാക്കിയിട്ടുള്ള ഒരു വർദ്ധിച്ച മനോവീര്യം, അതിനെ ഒരു നിലക്കും ഇസ്രായേലിന് പ്രതിരോധിക്കാൻ സാധ്യമല്ല. ഹമാസ് പൂർണ്ണമായും നിരായുധീകരിക്കാൻ തയ്യാറാകണം എന്ന് അടിക്കടി ആവർത്തിച്ച് പറയുമ്പോഴും ഒരു പ്രതിരോധ പ്രവർത്തനം ഹമാസിന്റെ ഭാഗത്ത് തീർച്ചയായിട്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. എത്രത്തോളം കാലം ഇസ്രായേലിന്റെ അധിനിവേശം ഗസയിൽ തുടരുന്നുവോ അത്രത്തോളം അവിടെ പ്രതിരോധം ഉണ്ടാകും എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. എന്ന് മാത്രമല്ല, മൊത്തത്തിൽ ഒരു ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, മിഡിൽ ഈസ്റ്റിലെ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോ ഇസ്രായേൽ ഇടക്കിടക്ക് സിറിയയെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സിറിയയുടെ പല പ്രദേശത്തും ബോംബിടുന്നു അവിടുത്തെ. പക്ഷേ സിറിയ നോക്കൂ, വളരെ തന്ത്രപരമായ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഇറാനുമായിട്ട് അടുക്കുന്നു. നമ്മൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ബഷാർ അൽ അസദിനെ ഇത്രയധികം സംരക്ഷിച്ചു പോകുന്ന ഇറാനുമായിട്ട് സിറിയയിലെ പുതിയ സർക്കാർ അടുക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇറാനുമായി അടുക്കുക മാത്രമല്ല, റഷ്യയുമായിട്ടുമുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി അഹമ്മദ് ഷറയുടെ നേതൃത്വത്തിലുള്ള സിറിയൻ സർക്കാർ ശ്രമിക്കുന്നു. അതുപോലെ തുർക്കിയും പലതരത്തിലുള്ള ബന്ധങ്ങൾ ഇറാനുമായിട്ടും ഈജിപ്തുമായിട്ടും ഒക്കെ പലതരത്തിലുള്ള സഖ്യ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ഈ ഒരു നിലവിലുള്ള ആക്രമണോത്സുകതയെ തടുക്കുന്നതിന് വേണ്ടി മേഖലയിലെ പല രാജ്യങ്ങളും സ്വന്തം പ്രതിരോധം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇറാൻ നമ്മൾ ഇതിൽ എടുത്തു പറയേണ്ടത് ഈ വിഷയത്തിൽ എന്തായിരിക്കും വൈറ്റ് ഹൌസിൽ നടക്കുക എന്നുള്ളത് നമുക്ക് ആ ചർച്ച കഴിഞ്ഞതിന് ശേഷം 29-ന് ശേഷം നമുക്ക് കൃത്യമായി അറിയാൻ കഴിയും. ഡോക്ടർ താജ് ആലുവയാണ് ഈ ഘട്ടത്തിൽ കൃത്യമായി തന്നെ ഈ വിഷയം വിശദമായി തന്നെ വിലയിരുത്തിയത്.